എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +2 മലയാളം പാഠപുസ്തകത്തിലെ മാധ്യമം എന്ന അവസാനത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമായിട്ടുള്ള മാധ്യമ വിചാരം എന്ന പാഠഭാഗമാണ്. മാധ്യമ വിചാരം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് മാധ്യമത്തെക്കുറിച്ച്, മീഡിയയെക്കുറിച്ചിട്ടുള്ള ഒരു ലേഖനമാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഡോക്ടർ വി.ആർ. പ്രബോധചന്ദ്രനാണ്. ഡോക്ടർ വി.ആർ. പ്രബോധചന്ദ്രൻ മലയാളത്തിലെ പ്രമുഖ ലേഖകനും ചിന്തകനും അധ്യാപകനുമാണ്. സമൂഹം, മാധ്യമം, സംസ്കാരം, മനുഷ്യജീവിതം എന്നീ വിഷയങ്ങളിൽ വിമർശനാത്മകമായ ലേഖനങ്ങൾ എഴുതിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. മാധ്യമങ്ങൾ സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനം ആഴത്തിൽ വിശകലനം ചെയ്താണ് മാധ്യമ വിചാരം എന്ന ലേഖനം അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഡോക്ടർ വി.ആർ. പ്രബോധചന്ദ്രൻ 80കളുടെ മധ്യത്തിൽ എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ് നമുക്ക് പഠിക്കുവാനുള്ള മാധ്യമ വിചാരം. ഇതിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് പരമ്പരാഗത മാധ്യമങ്ങളെ കുറിച്ചിട്ടാണ്. എന്നിരുന്നാൽ പോലും അന്ന് നിലവിലില്ലാത്ത ഇൻ്റർനെറ്റ് എന്നതിനെക്കുറിച്ചിട്ടും ചെറിയൊരു സൂചന അദ്ദേഹം ഈ ലേഖനത്തിൽ നൽകുന്നുണ്ട്. വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട ജനസമൂഹത്തിന് അറിവും ആഹ്ലാദവും പകർന്നു കൊടുക്കുക എന്നാണ് മാധ്യമങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ലേഖനം തുടങ്ങുന്നത്. മാധ്യമം എന്ന് പറയുമ്പോൾ കേവലം ഒരു ഇൻസ്റ്റഗ്രാമോ വാട്സപ്പോ ഫേസ്ബുക്കോ അങ്ങനെയാണെന്ന് വിചാരിക്കരുത്. മാധ്യമം എന്ന് പറഞ്ഞാൽ റേഡിയോ, TV അങ്ങനെയൊക്കെയാണ്. മറ്റതൊക്കെ സോഷ്യൽ മീഡിയകളാണ്. അപ്പോൾ ഈ ലേഖനത്തിൽ പറയുന്നത് വാർത്തകളും വിഷയങ്ങളും ഒക്കെ നേടാൻ വേണ്ടിയിട്ട് റേഡിയോ, TV ഇതിൻ്റെയൊക്കെ തിരക്കുകൾ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ലക്ഷക്കണക്കിനുള്ള വായനക്കാരുടെയും പ്രേക്ഷകരുടെയും ശ്രദ്ധയെ ഒരേ സമയം ആകർഷിച്ചു നിലനിർത്തിക്കൊണ്ടു പോകുന്നതെങ്ങനെ എന്ന പ്രശ്നം എല്ലാ മാധ്യമങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആകർഷത്വവും ഗുണനിലവാരവുമൊക്കെ ഉള്ള മാധ്യമങ്ങളിലേക്കാണ് പലപ്പോഴും ആളുകൾ പോകുന്നത്. ഒരിടം കളഞ്ഞ് മറ്റൊരിടം രക്ഷിക്കണം എന്ന തത്വം ഇവിടെ മാർഗദർശകമാവുകയില്ല. കക്ഷത്തിലുള്ളത് പോകാതെ ഉത്തരത്തിലുള്ളത് എടുക്കുക എന്ന മട്ടിൽ വൈരുദ്ധ്യങ്ങളെ സമന്വയിപ്പിക്കുകയാണ് ഇവിടെ വേണ്ടത്. അതായത് ഇപ്പം നമ്മൾ TV-യിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം കാണുകയാണ് വിചാരിക്കുക. അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടൊരു പ്രോഗ്രാം വേറൊരു ചാനലിലുമുണ്ട്. 2 ചാനലുകളിലും, അതായത് 2 പ്രോഗ്രാമുകളിലും ആകർഷത്വവും ഗുണനിലവാരവുമുണ്ട്. അപ്പോൾ ലേഖകൻ ഇവിടെ പറയുന്നത് ഇങ്ങനെ വരുമ്പം ഒരിടം കളഞ്ഞ് മറ്റൊരിടം അങ്ങനെ ചെയ്യരുത്. അതായത് നമ്മൾ ഒരു പ്രോഗ്രാം കാണുക, നമുക്ക് ഇഷ്ടപ്പെട്ട 2 പ്രോഗ്രാമുകളിൽ ഒന്ന് കാണുക, ഒന്ന് ഒഴിവാക്കുക, അങ്ങനെ ചെയ്യരുത്. രണ്ടും ഒരുപോലെ, അതായത് കക്ഷത്തിലുള്ളത് പോകാതെയും ഉത്തരത്തിലുള്ളത് എടുക്കുകയും വേണമെന്ന് പറയുന്നത് പോലെ രണ്ടും ഒരുപോലെ കാണുക എന്നുള്ളത് ആണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെയാണ് ഒരു മാധ്യമം വിജയിക്കുന്നത് എന്നാണ് ലേഖകൻ പറയുന്നത്. അർത്ഥത്തിന് മാറ്റങ്ങളൊന്നും ഇല്ലാതെ ഒരേ സന്ദേശം ഒരുപാട് പേരിലേക്ക് എത്തിക്കാമോ അത്രയും നന്ന് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇത് വളരെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ റേഡിയോയിലും TV-യിലും ഒക്കെ ഏതു പരിപാടികളോട് ബന്ധപ്പെട്ടാണ് തങ്ങളുടെ പരസ്യം വരേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിൽ പരസ്യ വിദഗ്ധർ ശ്രദ്ധിക്കും. അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഒരു പ്രോഗ്രാം എന്തെങ്കിലും ഒരു ചാനലിൽ നടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റേഡിയോയിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഈ പരസ്യക്കാർക്ക് ഏറ്റവും കൂടുതൽ അവർക്ക് വിറ്റുപോകേണ്ട അവരുടെ പ്രൊഡക്റ്റിന് അവരെന്ത് ചെയ്യും, അവിടെ പരിചയപ്പെടുത്തും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് അറിയാം, പണ്ട് കാലത്ത് ഇപ്പോഴാണ് അതൊക്കെ കുറച്ച് കുറവ് വന്നത്. ആദ്യകാലങ്ങളിൽ, നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ നമ്മുടെ വീട്ടിൽ ഒരു 7 മണിക്ക് ശേഷം ഫുള്ളും സീരിയലുകളായിരിക്കും അല്ലേ. അപ്പം ഇവരിപ്പം ഒരു ചന്ദനമഴ സീരിയൽ ഉണ്ടല്ലോ, അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് വിചാരിക്കുക. അപ്പം ഇവർ നോക്കുന്ന സമയത്ത് ചന്ദനമഴയായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഈ പരസ്യക്കാർക്ക് അവരുടെ ഒരു പുതിയ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തണം എന്നുള്ള ഒരു നിലയിലായിരിക്കും അവർ നിൽക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും, ഈ ചന്ദനമഴ പരസ്യമാവും, അവരതിൻ്റെ ഇടയിലൂടെ എന്ത് ചെയ്യും, ഈ പരസ്യം, അതായത് അവരുടെ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരസ്യം കൊടുക്കും. അപ്പം അത് കുറേ ആളുകൾ, ഈ ചന്ദനമഴ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളും എന്ത് ചെയ്യും, അത് കാണും. അപ്പം അങ്ങനെ ഏതുതരം പരിപാടികളോട് ബന്ധപ്പെട്ടാണ് തങ്ങളുടെ പരസ്യം വരേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിലും പരസ്യ വിദഗ്ധർ ശ്രദ്ധിക്കുമെന്നാണ് പറയുന്നത്.
നമ്മളിപ്പം ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു എക്സാമ്പിളിൻ്റെ കാര്യം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആവുന്നത്ര കൂടുതൽ ആളുകളെ ആകർഷിക്കാനിടയുള്ള പരിപാടികളോട് ഒട്ടി നിൽക്കുക എന്ന നയമാണ് സ്വാഭാവികമായി എല്ലാ പരസ്യക്കാരും കൈക്കൊള്ളുക. അപ്പോൾ നമ്മൾ ഇത് നോക്കുമ്പോൾ നമുക്ക് ഇത്ര മനസ്സിലാക്കിയാൽ മതി, നമ്മൾ ഇത്ര ആലോചിച്ചാൽ മതി നമ്മുടെ ചന്ദനമഴ പുതിയൊരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താം. ഇത്രയും കാര്യങ്ങളൊന്ന് ഒഴിച്ചു നോക്കിയാൽ സിമ്പിളാണ്. അതുപോലെ തന്നെ ഈ പരസ്യങ്ങളെയും പ്രചാരണ യത്നങ്ങളെയൊക്കെ ഒന്നടങ്കം അത് അവിശ്വസനീയമാണെന്ന് പരിഗണിക്കുന്നവരും ഒരുപാടുണ്ട്. നമ്മളൊന്ന് സൂക്ഷ്മമായി ചിന്തിച്ചാൽ ഈ നിലപാട് അത്ര ശരിയല്ല എന്ന് നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. ശുചിത്വ പാലനം, രോഗപ്രതിരോധം, പുകവലിയുടെയും മദ്യപാനത്തിൻ്റെയും ദോഷഫലങ്ങൾ, അതുപോലെ ഗതാഗത നിയമങ്ങൾ അനുസരിക്കേണ്ടത്, പിന്നെ നികുതികൾ കൃത്യമായി അടയ്ക്കേണ്ടതിൻ്റെ ആവശ്യകത, ഇങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ ബഹുജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിൽ മാധ്യമങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന പങ്ക് മോശമാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ മാധ്യമം എന്ന് പറയുന്നത് നല്ലതും ചീത്തതുമായിട്ടുള്ള ഒരുപാട് അറിവുകൾ നമുക്ക് തരുന്നുണ്ട് എന്നും പ്രബോധചന്ദ്രൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആനപ്പുറത്ത് കയറി എന്നതിന് പകരം ആന പുറത്ത് കയറി, ഇത് രണ്ടും ഒരുപാട് അർത്ഥവ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം മിക്ക രാജ്യങ്ങളിലും മാധ്യമങ്ങൾക്ക് അഭൂതപൂർവമായ വികാസമുണ്ടായി. സാങ്കേതികവും ശാസ്ത്രീയവുമായ വിജ്ഞാന ശാഖകളിൽ 20-ാം നൂറ്റാണ്ട് കൈവരിച്ച നേട്ടങ്ങൾ മാധ്യമങ്ങളുടെ വികാസനത്തിന് ആക്കം കൂട്ടി. അമേരിക്കൻ ഐക്യനാടുകളിൽ മാത്രം 1950 മുതൽക്കുള്ള 20 വർഷങ്ങളിൽ പ്രസിദ്ധീകൃതമായ പുസ്തകങ്ങളുടെ എണ്ണം അതിനു തൊട്ടു മുമ്പുള്ള 20 കൊല്ലത്തിനേക്കാൾ 3 ഇരട്ടിയായിരുന്നു. അതുപോലെ തന്നെ വികസന മുന്നേറ്റത്തിൻ്റെ കാര്യത്തിൽ ഏത് മാധ്യമത്തെയും കടത്തിവെട്ടിയത് TV-യാണ്. ഇന്ത്യയിൽ അങ്ങുനിന്നിങ്ങോളം പ്രസിദ്ധീകരിച്ച ദൂരദർശന തരംഗം പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും കടന്നു ചെന്ന് കഴിഞ്ഞിരുന്നു. വസ്തുതകളുടെയും വിവരങ്ങളുടെയും പ്രളയമാണ് മാധ്യമങ്ങളുടെ വികാസനത്തിൻ്റെ പ്രകടമായ ഒരു ഫലം. ദിവസം തോറുമല്ല, നിമിഷം തോറും പെരുകി വരികയായിരുന്നു മാനവ വിജ്ഞാനം. അതുപോലെ തന്നെ മൈക്രോ ഫിലിം പ്രതികൾ, ഫോട്ടോ കോപ്പികൾ, സൗണ്ട് റെക്കോർഡിങ്സ്, വീഡിയോ കാസറ്റുകൾ, കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ നിർമ്മിക്കുന്ന പകർപ്പുകൾ, ഇവയൊക്കെ ആധുനിക സമ്പ്രദായത്തിൽ പ്രവർത്തിക്കുന്ന ഗ്രന്ഥശാലകളിൽ നിന്നും ലഭിക്കുമായിരുന്നു. അതുപോലെ ഇവിടെ കമ്പ്യൂട്ടറിനെ കുറിച്ചാണ് ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. അതായത് ഒരുപാട് ദൂരെയുള്ള ആളുകളിലേക്കൊക്കെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടുന്ന ഒരു സ്വിച്ചുകൾ, ബട്ടണുകൾ അമർത്തിയാൽ അവർക്ക് വേണ്ട വിവരങ്ങൾ ഞൊടിയിടയിൽ എത്ര ദൂരത്ത് നിന്നും ലഭിക്കുമായിരുന്നു എന്നാണ് കമ്പ്യൂട്ടറിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഇദ്ദേഹം പറയുന്നത്. അതായത് ഡേ ബൈ ഡേ ടെക്നോളജി കൂടി വരികയായിരുന്നു എന്നാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ മെയിൻ തീം. എല്ലാ നേട്ടങ്ങളും ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് മേഖലയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ അറിവിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും എത്തിപ്പെടാനും എല്ലാ നേട്ടങ്ങളും കൈപ്പിടിയിൽ ഒതുക്കുവാനും പ്രപഞ്ചത്തിൻ്റെ അതിർത്തികളൊക്കെ കടന്നിട്ട് ബഹിരാകാശത്തിലേക്ക് യാത്ര തിരിക്കാനും ഒക്കെ ഈ മാധ്യമങ്ങൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. മാധ്യമത്തിൻ്റെ നേട്ടം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊരു പറഞ്ഞുകൊണ്ടാണ് പ്രബോധചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ മാധ്യമ വിചാരം എന്നീയൊരു ലേഖനം അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പാഠഭാഗം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി.